നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഇത് മാഡം? ശ്യാമ മാഡത്തിന് അല്പം പോലും വ്യത്യാസമില്ല. അമ്മയും മകളും തമ്മില് ഇത്രയും സാമ്യം അപൂർവമാണ്. എന്റെ പിഴവ്. കൊല്ലാൻ ഏൽപ്പിച്ചവൻ ചതിച്ചു. ഇന്നങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? ഫിദ മാഡത്തിനോടൊന്ന് ചോദിക്കോ, ഞാനിന്ന് ലീവ് എടുത്തോട്ടെ എന്ന്. മോക്ക് ലീവ് വേണോന്നു? ലീവോ? ഫിദ മാഡം എന്റെ അടുത്തുണ്ട്, നേരിട്ട് ചോദിച്ചോളൂ. ആ ഹലോ മോളെ. ആ മാഡം, അതെന്താ ഇന്ന് ലീവിന്റെ കാര്യം പറഞ്ഞേ? എന്ത് പറ്റി? സുഖമില്ലേ? അല്ല, അസുഖമൊന്നുമില്ല. പക്ഷെ ഇറങ്ങാൻ വൈകിയതുകൊണ്ട്. വൈകിയത് കൊണ്ട് എന്താ? ഇത് മോളുടെ സ്ഥാപനമല്ലേ. എനിക്കും അമൃതയ്ക്കും കൂടി ഇന്നൊരു സ്ഥലത്ത് പോവാനുണ്ട്. സ്കൂളിന്റെ ചാർജ് മോളെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് ഞാൻ അമൃതയോട് പറഞ്ഞേ. ഇനിയിപ്പോ അയ്യോ മാഡം, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്നാ മോള് ഒരു വണ്ടി വിളിച്ച് പെട്ടെന്ന് വാ. മോള് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. ആ എന്നാ ഞാൻ പെട്ടെന്ന് വരാം. എന്തു പണിയാ മോളെ കാണിച്ചത്? എന്തിനാ ചെല്ലാമെന്ന് പറഞ്ഞത്? മുത്തശ്ശി, അവിടുന്ന് എല്ലാരും കൂടി എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവുക. സ്കൂളിന്റെ ചാർജ് എനിക്കാ. പിന്നെ ഇങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്ന് പറയാ. ഇത്രയും വലിയൊരു സ്ഥാപനത്തില് എനിക്ക് ഇത്ര നല്ലൊരു സ്ഥാനം തരുന്ന ആളുകളെ നിഷേധിക്കാൻ പറ്റുമോ? പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മോളെ, മനസ്സിലൊരു വല്ലായികയുണ്ട്. മുത്തശ്ശി, എനിക്ക് എന്തായാലും പോണം. ശരി മോളെ. ബിജു, ഒരു ഓട്ടോ ഇങ്ങ് വിളിച്ചേ. മോളെ ഒന്ന് മ്യൂസിക് സ്കൂളിൽ കൊണ്ടുവിടാൻ പറയണം. ശരി. എന്നാ പിന്നെ ഞാൻ റോഡിലേക്ക് നിൽക്കാം. വണ്ടി അവിടെ കിട്ടുമല്ലോ. ശരി മുത്തശ്ശി. ഭഗവാനെ, ആപത്തൊന്നും സംഭവിക്കല്ലേ. എന്തിനാ എന്റെ മനസ്സിങ്ങനെ കിടന്ന് പിടയ്ക്കുന്നേ? മാഡം, ഞാൻ തോൽക്കില്ല മാലിനി. എന്റെ മനസ്സ് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ ഒരു സമയത്തും മറിച്ച് സംഭവിച്ചിട്ടില്ല. അവള് വരും. ഞാൻ പമ്പിലേക്ക് പോണ വഴിയായിരുന്നു മോളെ. കണിമംഗലത്തെ ഓട്ടമായതുകൊണ്ട് ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. മോളെ വിട്ട് കഴിഞ്ഞാൽ പമ്പ് വരെ എത്തുമോ എന്നറിയില്ല. എനിക്ക് പോകാനുള്ള സ്കൂളിന്റെ തൊട്ടടുത്തൊരു പമ്പുണ്ട്. ആ, ഇനി അതാണൊരു ശരണം. ഞാൻ പറഞ്ഞില്ലേ മോളെ, വണ്ടി ചതിച്ചല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും പമ്പിൽ പോയി പെട്രോൾ അടിച്ചോളാം. പക്ഷെ മോക്ക് പോണ്ടേ? ആ, അത് കുഴപ്പമില്ല ചേട്ടാ. ഇനി എനിക്ക് നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. ഞാൻ നടന്നു പോയിക്കോളാം. അല്ല മോളെ, ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പോ ഞാൻ കയറ്റിവിടാം. അത് സാരല്ല ചേട്ടാ. 2 മിനിറ്റ് നടന്നാൽ എനിക്ക് എത്താവുന്നല്ലേ ഉള്ളൂ. അയ്യോ, പൈസ വേണ്ട മോളെ, യാത്ര തീർന്നില്ലല്ലോ. സാരല്ല ചേട്ടാ, ദാ വെച്ചോളൂ. എന്റെ കൃഷ്ണ, എന്താ ഇത്? തുടക്കം തന്നെ മുടക്കാണല്ലോ.
പോണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞതാ. ഫിദമാടാണെങ്കിൽ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ, ഈ കാണിക്കുന്ന തടസ്സങ്ങൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ശ്ശോ, കാണുന്നില്ലല്ലോ മാഡം. പ്രധാനപ്പെട്ട നിമിഷമല്ലേ, കുറച്ച് കാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാലി, നോക്ക്. എന്താ ഇത് മാഡം? ശ്യാമ മാഡത്തിന് അല്പം പോലും വ്യത്യാസമില്ല. അമ്മയും മകളും തമ്മിൽ ഇത്രയും സാമ്യം അപൂർവമാണ്. എന്റെ പിഴവ്. കൊല്ലാൻ ഏൽപ്പിച്ചവൻ ചതിച്ചു. ഇത്രയും കാലം കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇനി എന്താണ് മാഡം ഉദ്ദേശിക്കുന്നത്? ആദ്യം അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കണം. അവര് തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് നോക്കണം. അതിന് നമ്മൾ നേരിട്ട് പോയാൽ പറ്റില്ല. മറഞ്ഞു നിന്ന് കാണണം, ഒളിഞ്ഞു നിന്ന് കേൾക്കണം. മാഡം, ഇതുവരെ സംഭവിച്ച പിഴവുകള് ഇനി ആവർത്തിക്കാൻ പാടില്ല. മാലിവ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.